ഇന്നത്തെ വായനയിലെ തുടക്കം ടോട്ടോച്ചാൻ, ജനാലക്കരികിലെ വികൃതിക്കുട്ടി, തെസ്കോ കുറയാനഗി. ഇത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അൻവർ അലി. ഒരുപാട് അന്വേഷണങ്ങൾക്കു ശേഷം അത്തരമൊന്ന് അവർ കണ്ടെത്തി. അവിടേക്കാണ് കൊച്ചു ടോട്ടോയും അവളുടെ അമ്മയും പോകുന്നത്. അവളെ പുറത്താക്കിയതാണെന്ന് അമ്മ ടോട്ടോച്ചനോട് പറഞ്ഞില്ല. എന്താണ് തന്റെ തെറ്റെന്നു കൊച്ചു ടോട്ടോയ്ക്ക് മനസ്സിലാകില്ല. വേണ്ട, അവളോട് പറയണ്ട. ഈ പ്രായത്തിൽ അവൾക്ക് അപകർഷത തോന്നാൻ പാടില്ല. അവൾ വളരട്ടെ, അവർ ചിന്തിച്ചു. ടോട്ടോ ഒരു നല്ല സ്കൂള് അമ്മയ്ക്കറിയാലോ. ഇനി എന്റെ പുന്നാര കുട്ടിക്ക് അവിടെ പഠിച്ചാ പോരെ? അത്ര മാത്രമേ അവർ അവളോട് ചോദിച്ചുള്ളൂ. ഓഹോ, മതിലോ. ഇത്തിരി ആലോചിച്ചുകൊണ്ട് ടോട്ടോച്ചാൻ പറഞ്ഞു. പക്ഷേങ്കില് എന്ത് പുറത്താക്കിയ കാര്യം അവൾ മനസ്സിലാക്കിയോ? അമ്മ ഒന്ന് പതറി. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം ടോട്ടോച്ചാൻ നിറഞ്ഞ മനസ്സോടെ ചോദിച്ചു. പുതിയ സ്കൂളിലും റോഡിലൂടെ പോണ പാട്ടുകാരുടെ പാട്ടും കൊട്ടും ഉണ്ടാവോ? പുതിയ പള്ളിക്കൂടം. പുതിയ പള്ളിക്കൂടത്തിന്റെ ഗേറ്റിനടുത്തെത്തിയപ്പോൾ ടോട്ടോച്ചാൻ ഒന്നു നിന്നു. പഴയ സ്കൂളിന്റെ ഗേറ്റിൽ ഉയരമുള്ള തൂണുകളും കമാനവും ഉണ്ട്. അതിൽ വലിയ അക്ഷരത്തിൽ സ്കൂളിന്റെ പേര് എഴുതി വെച്ചിരുന്നു. ഇവിടെ വാതിലിന്റെ സ്ഥാനത്ത് കൊച്ചു കവരങ്ങളും പൊടിപ്പുകളുമുള്ള 2 കുറ്റികൾ മാത്രം. ഹായ്, വളരണ വാതില്. ടോട്ടോച്ചാൻ അതിശയിച്ചു പോയി. ഇവിടെ ടെലിഫോൺ പോസ്റ്റിനത്രയും വളരോ? അവൾക്ക് കൗതുകം അടക്കാനായില്ല. അവൾ ധരിച്ചതുപോലെ അത് വാതിൽത്തൂണുകളായിരുന്നില്ല, ശരിക്കും മരങ്ങൾ തന്നെയായിരുന്നു. തല ചെരിച്ചുപിടിച്ച് കാറ്റത്ത് ഒരു വശം ഇളകിപ്പോയ ചൂണ്ടുപലകയിലെ അവ്യക്തമായ അക്ഷരങ്ങൾ അവൾ വായിച്ചെടുത്തു. ടോ മോ ഗാക്വൻ. ടോമോ എന്നാൽ എന്താണെന്ന് അമ്മയോട് ചോദിക്കുവാൻ തുടങ്ങുമ്പോഴാണ് വഴിയോരത്തെ കുറ്റിക്കാടിനിടയിലൂടെ അവളത് കണ്ടത്. ഹായ്. വർദ്ധിച്ച കൗതുകത്തോടെ അവൾ ചെടികൾ വകഞ്ഞുമാറ്റി. ഇലച്ചാർത്തുകൾക്കപ്പുറത്ത് അത് വ്യക്തമായി കാണാം. കൊച്ചു ടോട്ടോയ്ക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഹായ്, അവിടെയൊരു തീവണ്ടി. ആ മൈതാനത്തില്. അത് ശരിക്കും തീവണ്ടിയാണോ അമ്മേ? അവൾ ചോദിച്ചു. അതു ക്ലാസ് മുറികളായിരുന്നു. നിരത്തിയിട്ടിരുന്ന ഉപകാരശൂന്യമായ 6 റെയിൽവേ കോച്ചുകൾ. ടോട്ടോച്ചാന് ഒരു സ്വപ്നം പോലെ തോന്നി. തീവണ്ടിയിലെ പള്ളിക്കൂടം. പ്രഭാതത്തിലെ ഇളം വെയിലില് റെയിൽമുറികളുടെ ജനൽപ്പാളികൾ തിളക്കമാർന്നു. ഇലച്ചാർത്തുകൾക്കിടയിൽ വിടർന്നുനിന്ന അവളുടെ കുഞ്ഞിക്കണ്ണുകൾക്ക് അതിലേറെ തിളക്കം. ക്രിസ്മസ് വെക്കേഷൻ ആഘോഷിക്കുന്ന കൂട്ടുകാരോടൊപ്പം ഇന്ന് നാദിയ.